2016 മുതൽ നാളിതുവരെ 60,000 ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 60,000. ആലോചിച്ചോളാം നിങ്ങൾ. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങളാണ്. അതിനു മുമ്പ് ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, വർദ്ധിച്ചു വരികയാണ്. മരിച്ചത് 1000 പേര്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് 1000-ലധികമായി. ഇപ്പോൾ 5000-ലധികം കന്നുകാലികളെ കൊന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി. 2019-20 മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ എണ്ണം 6341. പിന്നെ അത് 7000-ലധികമായി, 8000-ലധികമായി. ഈ 23-24 അത് വർദ്ധിച്ച് 9838 ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏത് കണക്കനുസരിച്ച് അങ്ങ് പറയുന്നത്? ജീവഹാനി കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് കൃഷിനാശമാണ്. സാർ, കൃഷിനാശവും സ്വത്തുനാശവും 2019-20 5550 ഹെക്ടർ സ്ഥലമാണ് ഉണ്ടായിരുന്നത്, കേസാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ 6000-ആയി, 6500-ആയി, 6800-ആയി. 2023-24 അത് വലുതായി വർദ്ധിച്ചു. 8141 കേസായി, കൃഷിനാശത്തിന്റെ കേസ്. സാർ, നമ്മളത് എന്നിട്ട് ഗവർണറെ കൊണ്ട് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങ് ഇവിടെ സംസാരിച്ചത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതെല്ലാം ഔദ്യോഗികമായ കണക്കുകളാണ് ഞാനിവിടെ പറഞ്ഞത്.